സൂപ്പറാ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക. ഓക്കെ. ഹായ്, ഞാൻ വിനോദ് മൂത്തേടം. ഞാൻ കണ്ടെത്തി, നിങ്ങൾക്കും കണ്ടെത്താം. അപ്പോൾ എൻ്റെ പേര് വിനോദ് മൂത്തേടം. അപ്പോൾ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരും കണ്ടിട്ടില്ലായിരിക്കും മത്തപ്പൂ ഐറ്റം കൊണ്ടൊരു അടിപൊളി ഒരു സൂത്രം. അത് നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കണം കേട്ടല്ലോ. നല്ല അടിപൊളി നല്ല സ്നാക്സ് ആണ്. അപ്പോൾ 4 മണിക്ക് ചായയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു ആഹാരമാണ് ഈ ഓണസമയത്ത് മത്തപ്പൂ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എനിക്ക് എൻ്റെ വിജയം. അപ്പോൾ നിങ്ങൾ ഇത് തുടർച്ചയായിട്ട് ഇത് എൻ്റെ വീഡിയോയിൽ കാണുക. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതിലേക്ക് നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മത്തപ്പൂ ബജിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തപ്പൂ എടുക്കണം. ഇതിനകത്ത് മറ്റ് സാധനങ്ങളൊന്നും കാണാൻ പാടില്ല. അപ്പോൾ ഫ്രഷ് ആയുള്ള മത്തപ്പൂ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനകത്ത് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ലോ ഫ്ലെയിമിൽ നമുക്ക് ഇടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ മത്തപ്പൂ എടുത്തിട്ട് നമ്മൾ കടലമാവും ഇതെല്ലാം ആക്കിയതിനകത്ത് നമ്മൾ ആ ഉള്ളി ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ആ ഉള്ളി ഇതിനകത്തോട്ട് ഒന്നാക്കിയിട്ട് ഇങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ ഉള്ളി ഇതിനകത്തോട്ട് കയറ്റണം. ഉള്ളി കയറ്റിയിട്ട് നമ്മളിത് ഇവിടെ പിടിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മുക്കി ഇത് ഇതിനകത്തോട്ട് ഇടണം. കരിഞ്ഞു പോകാതെ നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. അപ്പോൾ ഓണത്തിന് നമുക്ക് മത്തപ്പൂ ബജി. അപ്പോൾ ഇത് സൂപ്പറാണ് കേട്ടോ, കരിഞ്ഞു പോകരുത്.
കുടവയറ് ഓണക്കോടി ഉടുക്കേണ്ടേ. അപ്പോൾ യൂട്യൂബിൽ ഇതുവരെയും വരാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണ് മത്തപ്പൂ ബജി. നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കണം. നല്ല സൂപ്പറാണ് കേട്ടോ. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട വീടിനടയാളം ചിമക്കൊന്ന. ഇത് കലവമണി പാടിയ പാട്ടോ. എനിക്ക് അത്ര വലിയ ഈണമൊന്നും പോരാ. ഒന്നാനാം കൊച്ചുതുമ്പി എൻ്റെ കൂടെ പോന്നാലോ, കളിപ്പാനോ കളന്തിരിവീൻ ഇട്ടിരിപ്പാൻ പന്തലിക. കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോകാതെ നിങ്ങളിത് എടുക്കണം. തീ അതിനനുസരിച്ച് നിങ്ങൾക്ക് തീ ഇടാവും. അടുത്ത വീഡിയോയിൽ പുതിയൊരു പരിചയമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓക്കെ. അപ്പോൾ ഇത് പരുവായിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. കുഞ്ഞു മനസ്സിൽ നമ്പരങ്ങളിൽ ഒപ്പിയെടുക്കാൻ ഓമക്കമജി. കുഞ്ഞു മനസ്സിൽ നമ്പരങ്ങളിൽ ഒപ്പിയെടുക്കാൻ മത്തങ്ങ ബജി. ഓഹോ ഹോ. മത്തപ്പൂ കത്തിച്ച് വെടിപ്പടക്കം.
അപ്പോൾ നമ്മുടെ മത്തപ്പൂ ബജി റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. 4 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ മത്തനുണ്ടെങ്കിൽ മത്തപ്പൂ ബജി. അപ്പോൾ നിങ്ങളത് പരീക്ഷിക്കണമല്ലോ. അപ്പോൾ നമുക്കിത് പരീക്ഷിച്ച് നോക്കാം. നമ്മള് നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറാ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ഓണത്തിന് ഉണ്ടാക്കണം. ഓണത്തിനാണ് മത്തപ്പൂ. ഓക്കെ, അപ്പൊ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രത്യേകിച്ച് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സബ് കുറവാണ്, സബ്സ്ക്രൈബർ കുറവാണ്. അപ്പൊ തൊട്ടടുത്ത് താഴെ ഉണ്ട് ഒരു ചുമന്ന ഒരു ബട്ടൺ. അവത്തെ ഞെക്കുമ്പോൾ ആളെന്നൊരു ബട്ടൺ കാണും. അവത്തിലൂടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോ ലഭിക്കും. അപ്പോൾ തുടർന്ന് ഞാൻ പുതിയൊരു വിഭവമായിട്ട് വരും, വെട്ടിപ്പടക്കമായിട്ട്. ഓക്കെ.